പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അരളിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള മക്കള് അവരുടെ ജീവിതാവസ്ഥകളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവരുടെ ആശങ്കകളുടെ മേലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ ശിരസ് നമിച്ചുകൊണ്ട് കൈകൾ കുപ്പിക്കൊണ്ട് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധമ്മ ദേവാലയ കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നത്. അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയും അതുപോലെ തന്നെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിങ്ങളുടെ ഓരോ ശ്വാസങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ട, കർത്താവ് പറഞ്ഞു നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിന്റെ മുഖത്തൊക്കെ ഉപദേശിക്കുന്ന കർത്താവ് നീ പോകുന്നിടത്തല്ല നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരം പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ സഹചാരിയായി മാറുകയും
നിങ്ങൾ ഇന്ന് പോകുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ, ജോലി അന്വേഷിച്ച് പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, ടെസ്റ്റിന് പോകുന്നവർ, പരീക്ഷയ്ക്ക് പോകുന്നവർ, ഓരോരോ ചെറുകിട ജോലികൾ ചെയ്തു പോകുന്നവർ, കർത്താവെ പുതിയ പുതിയ സാമ്പത്തിക ക്രമങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് ഞെരുങ്ങുന്നവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ എല്ലാ മക്കളും എന്തിനെല്ലാം വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുണ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിന് പൊതിഞ്ഞു നിൽക്കട്ടെ. പീസസ് വിട്ട് ഫോർ ഗ്രേസ്. നമ്മൾ വളരെ പ്രഗ്മാറ്റിക് ആയിട്ട് യൂട്ടിലിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്നുണ്ടാകുന്ന പ്രയോജനത്തിൻ്റെ അക്കത്തൂക്കങ്ങൾ അനുസരിച്ചുകൊണ്ട് അത് ആനുപാതികമായിട്ട് ദൈവം അവനോട് ഇൻട്രാക്ട് ചെയ്യുന്ന വളരെ കർക്കശമായ ചില നിലപാടുകൾ ദൈവഭാഗത്തു നിന്നുണ്ടാകും. അതാണ് നമ്മൾ പറയണത്. 25-ാം അധ്യായം 30-ാമത്തെ വാക്യം. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നരകമായിരിക്കും എന്നാ പറയണേ. ചുരുങ്ങിയ ഭാഷ, മിതമായ ഭാഷ പറഞ്ഞ നരകമായിരിക്കും എന്നാണ് മടിയന്മാർക്ക് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിരുസന്നിധിയിൽ വാല്യൂ ആകണം, വില ഉണ്ടാകണം. നമ്മൾ ഈ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി ഒന്നും വരത്തില്ല. മനസ്സിലൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. നമ്മുടെ വിലയും വിചാരവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഈ രക്തസ്രാവക്കാരി രോഗിയല്ലേ, അവൾ ഉള്ളിൽ വിചാരിച്ചതല്ലേ ഉള്ളൂ. മത്തായി 9:21 വായിച്ചോളൂ. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഇത് നമ്മൾ ഇന്നലെ കണ്ട വചനമായിട്ട് ബന്ധമുണ്ട്. എന്താണ്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവക്കുണ്ട്. എന്താ കാര്യം? അവളുടെ ഉള്ളിൽ വിചാരമാണ്. എന്താണ്? അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ എങ്കിലും തൊടാനിടയായാൽ. ഇപ്പം ചില ആൾക്കാരൊക്കെ വിശ്വസിക്കുന്ന സാക്ഷ്യം പറയുമ്പോൾ കേൾക്കാം, കൃപാസനത്തിൻ്റെ മണ്ണിലൊന്ന് ചവിട്ടാനിടയായാൽ മതി എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യമല്ല, ഒത്തിരി പേര് സാക്ഷി ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ലാനിടയായാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് തക്ക വിശ്വാസമാകും. അവരുടെ വിശ്വാസം ദൈവത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന് കൈയും കാലും എടുത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളെ വെറുതെ ഉള്ളിലൊന്ന് ചുമ്മാ വിചാരിച്ചാൽ മതി, അത് വിചാരിക്കാനും നടക്കും. അപ്പം ഏറ്റവും വലിയ എളുപ്പമാർഗം ദൈവത്തിന് ഒരു ദിവസം കടന്നു പോകുമ്പോൾ, നമ്മളെ കടന്നു പോകുമ്പോൾ, ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഉദാഹരണം എടുത്തോ. ഇപ്പം ഞങ്ങളൊക്കെ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ദൈവം അങ്ങനെ ആക്കിയതാണ്. രാവിലെ 5:30 തുടങ്ങുമ്പോൾ 5:30 ഞാനൊരു 4 മണിയൊക്കെ 4:30 എഴുന്നേക്കും. അപ്പോഴുള്ള ബലിവരും കാരണ നമസ്കാരം, ജവന്മാർ 2-3 ജവന്മാരൊക്കെ ചെല്ലും. ചെല്ലിയ ശേഷം ഞാൻ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കും. പിന്നെ പള്ളി കുർബാനയ്ക്ക് പോകും. കുർബാന കഴിയുമ്പോൾ പിന്നെ കൗൺസിലിംഗ് അല്ലേ, ആൾക്കാരുമായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ. അത് 6-7 മണിവരെ പ്രാർത്ഥിക്കും. പിന്നെ രാത്രി നമ്മൾ സ്വകാര്യ പ്രാർത്ഥനകൾ. അപ്പോൾ ഇതിനുള്ളിൽ എന്തുമാത്രം ആത്മാക്കളെ വീണ്ടെടുക്കുകയും എന്തുമാത്രം പേർക്ക് ധൈര്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പിടിപാടായി. എന്താണ്? ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താണ്? പ്രയോജനമുള്ള വ്യക്തിയായി മാറി. ഇതുപോലെയാണ് നിങ്ങൾക്കും സാധിക്കും ഇത്. എന്താ കാര്യം? നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കണം.